ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനെ കുറിച്ച് കേൾക്കാത്തവർ ആരുമില്ല. അവിടുത്തെ വിചിത്രമായ ആചാരങ്ങളും നിയമങ്ങളും കുറച്ചെങ്കിലും ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും അടച്ചിട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യമാണ് ഉത്തര കൊറിയയെ കണക്കാക്കുന്നത്. കിം ജോങ്ങിൻ്റെ തലമുടി വെട്ടുന്നതുപോലെ മുടി വെട്ടുക, ചിലതരം ഭക്ഷണങ്ങളിലുള്ള വിലക്ക്, ചില പാട്ടുകൾ കേൾക്കുന്നതിലുള്ള വിലക്ക്, എന്തിന് സ്വന്തം ഭാര്യയ്ക്ക് പോലും ചില ഫംഗ്ഷനുകളിൽ വിലക്കുണ്ട്. അപ്പോൾ പറയേണ്ടതില്ലല്ലോ മറ്റു സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ ഉത്തര കൊറിയയിൽ വ്യത്യസ്തവും ഭയാനകവുമുള്ള നിയമങ്ങളുണ്ട്. ഭരണകൂടം പൗരന്മാരിൽ നിന്ന് മൗലികാവകാശങ്ങൾ എടുത്തുകളയുകയും ഏകാധിപത്യ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. എന്നാൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് ജൂലൈ 8-ൻ്റെ പ്രത്യേകതയാണ്. ജൂലൈ 8-ന് ഉത്തര കൊറിയൻ പ്രസിഡന്റായിരുന്ന കിം സൂങ്ങിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഏത് തരം ആഘോഷത്തിൽ അവിടുത്തെ ജനങ്ങൾ പങ്കെടുത്താലും ചിരിക്കുവാൻ പാടില്ലെന്നാണ് നിയമം. ചിരിച്ചാൽ കടുത്ത ശിക്ഷ തന്നെ നേരിടേണ്ടി വരും. അതിനു പുറമെ അന്താരാഷ്ട്ര ഫോൺ കോളുകൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇതൊരു കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത്. ലംഘിച്ചാൽ മരണശിക്ഷ വരെ ലഭിക്കാം. ചില ഉദ്യോഗരംഗത്ത് ഇരിക്കുന്നവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗത്തിന് വിലക്കുണ്ട്. ഉപയോഗിച്ചാലും അത് ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. സ്വന്തം കരിയർ തിരഞ്ഞെടുക്കുവാൻ പോലും അവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ല. ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആവശ്യം അനുസരിച്ചായിരിക്കും. കിം ജോങ് ഉന്നിനെയാണ് എല്ലാവരും മാതൃകയാക്കേണ്ടത്. അദ്ദേഹത്തെയോ ഗവൺമെൻറ്റിനെയോ അധിക്ഷേപിക്കുന്നത് മരണശിക്ഷ വിളിച്ചു വരുത്തുന്ന കുറ്റമാണ്. കിം ജോങ് ഉന്നിൻ്റെ പ്രസംഗത്തിനിടയിൽ ഉറങ്ങിപ്പോകുകയാണ് എങ്കിൽ മരണശിക്ഷ ഉറപ്പാണ്. ടൂറിസ്റ്റുകൾക്ക് കർശന നിയമവും ബാധകമാണ്. ഗൈഡുകളുടെ മേൽനോട്ടത്തിൽ മാത്രമേ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പാടുള്ളൂ. അവിടുത്തെ പൗരന്മാർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് പ്രത്യേക അനുവാദം വാങ്ങേണ്ടതുണ്ട്.